നല്ല രീതിയിൽ വന്നു. നമ്മളെ കൂടെ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട്. സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ സ്ഥാപനം 25 വർഷമായി. 200 ആളുകൾക്ക് ഭക്ഷണം നൽകുവാൻ അലൂബ് എന്ന കമ്പനിയിലൂടെ സാധിക്കുന്നു. നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ ചാരിറ്റി പ്രവർത്തനങ്ങളോടൊക്കെ എല്ലാ ഇൻചാർജും അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മറ്റേ 2-3 ദിവസം കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. അതൊരു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ 2 ദിവസം മതിയാവില്ല, അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ അലൂബ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം, അതിൻ്റെ MD അഷ്റഫ് കാലിക്കാവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ദർശന ടിവിയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. താങ്ക് യു. അഷഫ് ഭായി നാട്ടിലെവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന സ്ഥലത്താണ്. കാളികാവ്. അതെ. ഈ ചെറുപ്പം പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്? അതെ, അവിടെ കാളികാവ് LP സ്കൂൾ, UP സ്കൂൾ, അടക്കാകുണ്ട് ഹൈസ്കൂള്, അതിനുശേഷം മമ്പാടി MES കോളേജിൽ 2 വർഷം +2 പഠനം. പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോ? പഠിച്ചു കഴിഞ്ഞ ശേഷം 3 വർഷം ടാക്സി ഡ്രൈവറായിട്ട് നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ഗൾഫിലേക്ക് വന്നു. സൗദിയിൽ എങ്ങനെ സൗദി ചൂസ് ചെയ്യാനുണ്ടായ കാരണം? നമ്മുടെ റിലേഷൻഷിപ്പ് ഇവിടെ ആയിരുന്നു. ആ സമയത്ത് അവർ ഇവിടേക്കാണ് അവർ വിസ ഇതായിരുന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. എന്തായിരുന്നു ആദ്യകാലത്ത് സൗദിയിലെത്തിയിട്ട്? സമയത്ത് ഒരു വെയർ ഹൗസിൽ അൺലോഡിങ് ആയിട്ടുള്ള ജോലിയായിരുന്നു. പിന്നെ അവിടെ പിന്നീട് സെയിൽസ്മാൻ ആയിട്ട് അവിടെ കയറ്റം കിട്ടി, അങ്ങനെ വേണ്ടി കയറി വന്നതാണ്. എന്തായിരുന്നു അവിടെ സെയിൽസ്? ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടോ സ്പെയർ പാർട്സ് മേഖലയിൽ ഓയിൽ, അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ക്യാബിൻ ഫിൽറ്റർ, അത്തരത്തിലുള്ള സാധനങ്ങളായിരുന്നു. അത് പിന്നീട് അവിടെ 5 വർഷക്കാലം ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അവരുടെ സ്പോൺസർഷിപ്പില്ല, എൻ്റെ സ്പോൺസർ പുറത്തായിരുന്നു. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്ത വണ്ടി എടുത്തു. അങ്ങനെ ഓരോ വർഷവും ഓരോ 6 മാസത്തിൽ ഓരോ വണ്ടികൾ ഉണ്ടാക്കി കുടുംബത്തിലെ ജ്യേഷ്ഠനെ, അതുപോലെ തന്നെ വലിയ ജ്യേഷ്ഠനെ, 2ാമത്തെ ജ്യേഷ്ഠനെ കൊണ്ടുവന്നു. പിന്നെ പെങ്ങളെ മക്കളെ കൊണ്ടുവന്നു, കുടുംബങ്ങൾ പല ആൾക്കാരെയും കൊണ്ടുവന്നു. ഇതിലേക്ക് ഓരോ സ്റ്റെപ്പായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മാഷാഅല്ലാഹ്, കുടുംബത്തിൽ തന്നെയാണ് ആൾക്കാരെല്ലാം തിരഞ്ഞെടുക്കുന്നത്. കമ്പനിയിലെ ഒരു 80% ആളുകളും കുടുംബത്തിൽ നിന്നും തൊട്ട അയൽവക്കത്തെ വീട്, ആ വീട്, ഈ അയൽവക്കം എല്ലാ അയൽവക്കത്തു നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. മാഷാഅല്ലാഹ്, അതിൻ്റെ ഒരു ബർക്കത്ത് എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ വളരെ ഒരു പൂർ ഫാമിലി ആയിരുന്നു. നമ്മൾ തന്നെ നല്ല രീതിയിൽ വന്നു. നമ്മളെ കൂടെ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ സ്ഥാപനം 25 വർഷമായി. 25 വർഷം. അതായത് ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് 25 വർഷം. പിന്നെ ഓരോ 6 മാസം കൂടുമ്പോഴേക്കും നമ്മൾ ഓരോ വണ്ടി എടുക്കും. 6 മാസം ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ വണ്ടികൾ ഇങ്ങനെ കൂട്ടി വന്ന് ഓരോ ആൾക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. വെയർ ഹൗസ് ചെറിയ റൂമായിരുന്നു. റൂമിൽ നിന്ന് അതിൻ്റെ കാലാന്തരങ്ങളോ മാറ്റം വന്ന് പിന്നെ ചെറുതായി സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടേൺ ഓവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. കുറേ ആളുകൾ കൂടെ ഉണ്ട്. എത്ര സ്റ്റാഫുണ്ട് ഇപ്പോൾ? 50 സ്റ്റാഫുകളുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 10 സൗദികളുണ്ട്. ഇപ്പം ഈ 50ഓളം ആളുകൾക്ക് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു 50ഓളം കുടുംബങ്ങൾക്കാണ് അവർക്ക് ഹെൽപ്പ് ആവാൻ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു സംതൃപ്തി തോന്നുന്നല്ലേ? തീർച്ചയായും തോന്നുന്നു. ഇപ്പോൾ 50 കുടുംബം എന്ന് പറയുമ്പോൾ മിനിമം ഒരു കുടുംബത്തിൽ 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ 200 ആളുകൾക്ക് ഭക്ഷണം നൽകുവാൻ അലൂബ് എന്ന കമ്പനിയിലൂടെ സാധിക്കുന്നത്. നമ്മുടെ സ്വന്തം കമ്പനി സെറ്റപ്പ് ആയിട്ട് ഇപ്പം അടുത്ത കാലത്താണ് ഒരു 3 വർഷം ആയി. ഇപ്പല്ലേ നമുക്ക് ഈ സ്വന്തം പേരിൽ കമ്പനി തുടങ്ങാനുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ 100% നമ്മൾ പേര് തന്നെ ആക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. ഓൾറെഡി നമ്മൾ അൺലീഗലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലീഗലാക്കാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ലീഗലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ഇപ്പം ഈ കമ്പനിയും ചെയ്യുന്നത് ഇതേ സ്പെയർ പാർട്സിൽ നമ്മുടെ ഫിൽട്ടർ ഐറ്റംസ് ആണ് അതേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദുബായിൽ ഇപ്പോൾ പുതിയൊരു ലൈസൻസ് CR ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ നാട്ടിൽ ഇതേപോലെ തന്നെ ചെയ്യുന്ന വണ്ടിയിൽ ഈ അലൂബ് എന്ന കമ്പനിയുടെ അതേ പേരിൽ തന്നെ അവിടെയും നമ്മൾ പുതിയ CR ഓപ്പൺ ആക്കിയിട്ട് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതേ ബിസിനസ് നാട്ടിലും തുടങ്ങാൻ വേണ്ടി ഇതിനപ്പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് റെൻറ്റ്, മറ്റു പല കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് വർക്ക് അങ്ങനത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ബിസിനസ് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഈ സമയത്തൊക്കെ ഭാര്യയുടെ സപ്പോർട്ട്, വൈഫിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? നല്ല രീതിയിൽ അവർ ഇപ്പോൾ 10-20 വർഷക്കാലം ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ ചാരിറ്റി പ്രവർത്തനങ്ങളോടൊക്കെ
എല്ലാ ഇൻചാർജും അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് വൈഫിൻ്റെ പേര്? ജസീന. ജസീന. നാട്ടിൽ നിങ്ങളുടെ അല്ല, ഒരു 10-30 കിലോമീറ്റർ മഞ്ചേരി എന്ന സ്ഥലത്താണ്. മഞ്ചേരി എന്ന സ്ഥലത്ത്. എത്ര മക്കളാണ്? 3 മക്കൾ. വലിയ മോൾ ബിടെക് സിവിൽ കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ജിദ്ദയിൽ മോളായി. ഒരു ഗ്രാൻഡ് പേയാണ്. കണ്ടാ പറയില്ല. ഓക്കെ. എന്താണ് മോളുടെ പേര്? ഷബാന. ഷബാന ഫസ്റ്റ്. സെക്കൻഡ് ജിൻഷ. അവള് ഓൾറെഡി കോഴിക്കോട് ദേവേരി കോളേജിൽ നിന്നും BCA കഴിഞ്ഞ് ഒരു വർഷത്തോളം ഡാറ്റ അനാലിസിസ് ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ബിസിനസ്സിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിപ്ലോമ ഒക്കെ എടുപ്പിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോള് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മകന് 10ാം ക്ലാസ് ഇപ്പോൾ എക്സാം കഴിഞ്ഞു. ഇവിടെയാണോ അല്ലോ നാട്ടിൽ? ഇപ്പോൾ ഇവിടെ ഉണ്ട് ആള്. ആളിപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട് ഡൽഹിയിൽ, ഉത്തരാഖണ്ഡിൽ, ഡെറാഡൂണിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളിപ്പോൾ യാത്രയിലാണ്. അവിടെ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ എന്ന ആളുണ്ട്, ട്രെയിനറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ 10 കുട്ടികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവനെയും പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ്, ക്വാളിറ്റി ഇതിലേക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്. നമ്മുടെ പാരൻസ് പകർന്നു നൽകുന്ന ആ മൂല്യങ്ങൾ വളരെ വലുതാണ്. തീർച്ചയായും. താങ്കളുടെ ലൈഫിൽ താങ്കളുടെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ് വാപ്പയും ഉമ്മയും പഠിപ്പിച്ചിട്ടുള്ളത്. വാപ്പ ഒരു 6 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. പിന്നെ ബാക്കിയില്ല. ഇത് എല്ലാവരും പഠിപ്പിച്ച പല മൂല്യങ്ങൾ തന്നെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്കും കൂടി നമ്മുടെ വാല്യൂസിനനുസരിച്ചായിരിക്കണം. അത് തെറ്റല്ല എന്ന് ബോധ്യമില്ല മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം നമുക്ക് മറ്റൊരു ഗുണം ഉണ്ടാകാൻ പാടുള്ളൂ. നമുക്കവിടെ മറ്റുള്ളൊരു പ്രയാസം എന്താ രീതിയിലൂടെ നിൽക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പം പിന്നെ എന്തായിരുന്നു ഫാദറിന്റെ പേര്? മുഹമ്മദ്. ഉമ്മ ആയിഷ. ജീവിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിൽ നമുക്ക് ദർശന TVക്ക് ഇത്രയും സമയം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.